കിട്ടുന്നില്ല, അവർക്കൊരു കട്ടിലില്ല, പായയില്ല. ഈ ലോകത്തെ രക്ഷിക്കാൻ വന്നവനെ, ഈ ലോകത്തെ സ്നേഹിക്കുന്നവനെ അവർക്ക് ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഈ ലോകത്ത് ഇതേ സാഹചര്യത്തിൽ ജീവിക്കുന്ന അനേകങ്ങളുണ്ടെന്ന് നമുക്ക് ബോധ്യം വേണം. നാം ആയിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഇങ്ങനത്തെ അവസ്ഥകളിലൂടെ കടന്നുപോയ അനേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഉണ്ടെന്നും നാം ഈ ദിവസത്തിൽ സ്മരിക്കണം. സ്വർഗീയനായവൻ ഭൗമികരായ നമ്മെ സ്വർഗീയരാക്കുവാൻ ഭൗമികനായ ദിവസമാണെന്ന്. നമ്മുടെ പൂർവികർ കൊണ്ട മഴയും വെയിലുമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന തണലെങ്കിൽ നാം സ്മരിക്കണം, നമ്മെ രക്ഷിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്നവന് വേണ്ടി ഒരുപാട് വേദന അനുഭവിച്ചവരുടെ ആ പുണ്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന രക്ഷയെന്ന്. ഇവിടെ വരാനും നിങ്ങളോടൊപ്പമായിരിക്കാനും സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. വളരെ സ്നേഹത്തോടെ അച്ഛൻ സ്വാഗതം ചെയ്തു. ശുശ്രൂഷകരനോട് വളരെ കരുണയോടെ പെരുമാറി. അതിമനോഹരമായി നിങ്ങളെല്ലാം ചേർന്ന് ഗാനങ്ങൾ ആലപിച്ചു. വളരെ ഭംഗിയായി കീബോർഡും വായിച്ചു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടാവട്ടെ. ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയാർക്കീസായ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം രണ്ടാമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂൻ മോർ തീത്തോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. എല്ലാവരെക്കാളും വെടിപ്പ് മഹത്വമുള്ള മാതാവായ വിശുദ്ധ കന്യക മറിയമേ, നിന്നിൽ നിന്ന് ജാതനായ മിശിഹായോട് ഞങ്ങളോട് ഒരുമിച്ച് ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാതാവേ, നിന്റെ അപേക്ഷകളാൽ സകല പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾ വീട്ടുകൊള്ളപ്പെടണമേ. ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. കോപിച്ചിരിക്കുന്നവർ സമാധാനപ്പെടണമേ. ബന്ധനസ്ഥർ വിമുക്തരാകണമേ. അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ. കടക്കാരുടെ കടങ്ങൾ വീട്ടപ്പെടണമേ. സമീപസ്ഥർ കാത്തുകൊള്ളപ്പെടണമേ. വിദൂരസ്ഥർ സമാധാനത്തോടെ തിരികെ വരണമേ. പരീക്ഷകളിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ. ബലഹീനർ ശക്തി പ്രാപിക്കണമേ. വൃദ്ധജനങ്ങൾ സഹായിക്കപ്പെടണമേ. യുവാക്കൾ പരിപാകതയുള്ളവരാകണമേ. സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ. അനുതാപികളെ അവിടുന്ന് കൈക്കൊള്ളണമേ. പുരോഹിതന്മാരും ശമാശന്മാരും ശുശ്രൂഷകരും വെണ്ണയുള്ളവരായി തീരണമേ. ദേറാക്കാരും ദേറാക്കാരികളും ശക്തി പ്രാപിക്കണമേ. പള്ളികളും ദേറാകളും അഭിവൃദ്ധിപ്പെടണമേ. വീണ്ടും നാഥ, ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. ഞങ്ങളുടെ കലങ്ങളും പാപങ്ങളും സകല പ്രമാണ ലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്കുതകുന്നതും സഹായിക്കുന്നവയുമായവേ പ്രദാനം ചെയ്യുന്നതിന് നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി നീ അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് നഷ്ടം വരുത്തുമെന്ന് അറിയുന്നവയെ ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. ലോകമെങ്ങും തന്റെ നിരപ്പും സമാധാനവും വസിപ്പിക്കണമേ. തന്റെ ധന്യമായ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകണമേ. മാതാവേ,
നിന്റെ മധ്യസ്ഥത മുഖാന്തരം അപേക്ഷകളും കണ്ണുനീരുകളും അർപ്പിക്കുന്നവർ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യണമേ. അവരുടെ വാങ്ങിപ്പോയവരും വിശ്വാസികളായ സകല പരേതരും പാപമോചനം പ്രാപിക്കണമേ. അങ്ങനെ മാതാവേ, നിന്നോടും സകല പരിശുദ്ധന്മാരോടും ഒരുമിച്ച് വിശുദ്ധ തൃത്വത്തിന് ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും എല്ലാ സമയത്തും മഹത്വം കരയിറ്റുന്നു. ഞങ്ങൾ 3 പ്രാവശ്യം കുറിയലായിസോനെന്ന് ഏറ്റുചൊല്ലുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. രക്ഷാകരമായ ജനനപ്പെരുന്നാളിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ചയിലേക്ക് ദൈവത്തിന്റെ കൃപ ഇന്ന് നമ്മെ കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ വിശുദ്ധ ഏവങ്കേലിയോനായി സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാകര സുവിശേഷം 2-ാം അധ്യായം 42 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 40 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ, ക്ഷമിക്കണം. ഇതിൽ വളരെ കുറച്ച് ഭാഗം മാത്രം ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 48-ാം വാക്യം. അവനെ കണ്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. തന്റെ മാതാവ് തന്നോട്, എന്റെ മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന്? കണ്ടാലും നിന്റെ പിതാവും ഞാനും വളരെ വേദനയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വേദനാജനകമായ അനേക അവസ്ഥകളിലൂടെ ഒരുപക്ഷെ നാം കടന്നുപോയി കാണും, കടന്നു പോകുന്നവരായിരിക്കും. അങ്ങനെ കടന്നു പോകുമ്പോൾ ആ വേദനാജനകമായ അവസ്ഥകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ അവസ്ഥകളിൽ ദൈവം ഒരുപക്ഷെ ഉണ്ടാകില്ല. യേശു ക്രിസ്തു അവരോടൊപ്പം ഉണ്ടാകാതെ വന്നപ്പോ അത് വേദനാജനകമായ ഒരു അനുഭവമായി അവർക്ക് മാറിയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ചില വേദനകൾ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ദൈവത്തെ മാറ്റി നിർത്തുമ്പോഴായിരിക്കും. എന്നാൽ ഇതാ വേദനയോടെ അവർ അവനെ അന്വേഷിച്ചപ്പോൾ അവർക്ക് അവനെ കണ്ടെത്തുവാൻ സാധിച്ചു. വേദനയോടെ നാം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ആ ദൈവം നമുക്ക് സമീപസ്ഥനാണ് എന്ന വളരെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന ഒരു ചിന്ത ഈ ഭാഗം നമുക്ക് തരുന്നുണ്ട്. മുട്ടിയാൽ ഞാൻ തുറക്കും, യാചിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും, നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുക മാത്രമല്ല, അതുപോലെ പ്രവർത്തിക്കുന്നവനാണ് നാം വിശ്വസിക്കുന്ന ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഇന്നിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇതാ നമുക്ക് മുൻപിൽ അവനൊരു അപ്പത്തോളം ചെറുതായിരിക്കുമ്പോ നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, ആകുലതകൾ മടികൂടാതെ അവന്റെ മുൻപിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. വേദനയോടെ അവർ അവനെ തിരഞ്ഞു, അവർക്ക് അവനെ കണ്ടെത്തുവാൻ സാധിച്ചു. മുന്നോട്ട് പോകുമ്പോ അവനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് 2:49. നിങ്ങൾ എന്തിനെന്നെ അന്വേഷിച്ചു? നിങ്ങൾ എവിടെയാണ് എന്നെ അന്വേഷിച്ചത്? ഇന്നും ദൈവം നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയാണ് എന്നെ തേടുന്നത് എന്ന്. നിന്റെ ദൈവം ആരാണെന്നുള്ള ചോദ്യം ദൈവം ഇന്നും ചോദിക്കുന്നുണ്ട്. പലപ്പോഴും ഭൗതികമായ പലതിനും നാം ആശ്രയിച്ച് ചിലതിനെയെല്ലാം ദൈവതുല്യമായി നാം കാണുമ്പോൾ നമുക്ക് അവനെ കണ്ടെത്താൻ പറ്റിയെന്ന് വരില്ല. അവനെ കണ്ടെത്തണമെങ്കിൽ അവൻ എവിടെ വിശുദ്ധിയും മഹത്വമുള്ളവനാകുന്നു.
ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ബാറക്മോർ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ആരാമ്യനായ ലാബാന്റെ സഹോദരിയുമായ റിബേക്കായെ ഭാര്യയായി പരിഗ്രഹിച്ചു. തന്റെ ഭാര്യ വന്ധ്യയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നുവെന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, അനുഗ്രഹിച്ചവനുമായ ദൈവം വന്യനാകുന്നു. അവന്റെ മുൻപിൽ വിശുദ്ധന്മാരും നിരപരാധികളുമായി തീരേണ്ടതിന് ലോകാരംഭത്തിന് മുൻപ് തന്നെ മശിഹാ മുഖാന്തരമായി അവൻ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുക്കുകയും സ്നേഹപൂർവം അവനു വേണ്ടി രൂപീകരിക്കുകയും ചെയ്തു. അവന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം യേശു മിശിഹാ മുഖാന്തരം നമ്മെ പുത്രന്മാരാക്കി തീർത്തു. അതവന്റെ ആ വാത്സല്യപുത്രൻ മുഖാന്തരം നമ്മിൽ ചൊരിഞ്ഞ കൃപാമഹത്വം സ്തുതിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ആത്മീകമായ സകല ജ്ഞാനത്താലും സകല വിവേകത്താലും നമ്മിൽ ധാരാളമായിട്ടുണ്ടായ അവന്റെ കൃപാസമൃദ്ധി അനുസരിച്ച് മശിഹാ മൂലം രക്ഷയും അവന്റെ രക്തം മൂലം പാപമോചനവും നമുക്ക് ലഭിച്ചു. ആഹായ് ബാറക്മോ. ആ രണ്ട് മരക്കഷ്ണങ്ങളിൽ നിന്ന് ഒരു സ്ലീബ ഉണ്ടായി. ആ സ്ലീബ ഒരാൾ വഹിച്ചു. And that cross gave all of us what we are enjoying today. The tree understood. He has become the greatest tree on earth. So, what should we learn from all these three trees? God is always in control, and when we trust Him, He is able to abundantly do more than we can ever think or imagine. ഏതൊരു സാഹചര്യത്തിലും, ഏതൊരു തോൽവിയിലും, ഏതൊരു പരാജയത്തിലും, ഏതൊരു സങ്കടത്തിലും, ഏതൊരു കണ്ണുനീരിലും നീ നിന്റെ ദൈവത്തെ വിശ്വസിക്കുക. നിന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ദൈവത്തിന് നിന്റെ സ്വപ്നങ്ങൾ നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്, വളരെ ഭംഗിയായിട്ട്, ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നിവർത്തിച്ചു തരാൻ സാധിക്കും. And the greatest example is our lives, നമ്മുടെ തന്നെ ജീവിതങ്ങൾ. So, when you feel nothing seems to be happening, always tell yourself, this is purely biblical. God has a plan for me and it's for my welfare. Nothing is impossible with God. God loves me and God will always give me what is best for me. I will share this slide with your teachers. They will share it with you.
Keep telling this to yourself whenever you feel down. And most of you are feeling down. Don't worry, you will come out. It's time to wind up. Maybe 5-6 more minutes. Signal is there, 5 minutes. Now you watch, then we will talk. Somebody is showing some signs at me. I want to ask him, what are you doing? We are talking. Don't disturb us. We are talking. We are talking, but somebody is commanding. That made all of you really happy, I know. It's time to conclude. Now listen. You saw a video and you liked it. You enjoyed it. The last slide, you really enjoyed. But do you know that your teachers are doing the same thing to you? They are making you understand what you are capable of. Probably not in the way you want it to be. Especially mine. My words are not at all good. Sometimes it's too sharp, too loud. And some people don't like it. And I appreciate that because they are right. But the message is important. The teachers are telling you what is good in you, up to what level you can really raise your standards. ഇവിടെ നിൽക്കുന്ന ഇവിടെ മുതല് ഈ ചുറ്റും ഇരിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, പലരും എന്നേക്കാൾ സീനിയേഴ്സാണ്. അവരിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. സമയം ഉണ്ടായിരുന്നേ പറഞ്ഞു തരായിരുന്നു. റീന ടീച്ചർ എന്നെ പഠിപ്പിച്ചതെന്താണ്? ഈ സ്ലൈഡിലുണ്ട്. ടീച്ചറോടുണ്ടോ? ആ ടീച്ചർ എന്നെ പഠിപ്പിച്ചത് മാത്രം ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ പഠിപ്പിച്ച് പോകുമ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു, സർ, give it a pause, summarize to them. So from that day, wherever I go, God has taken me almost 75% of the world. I remember it. അതുപോലെ ഇവിടെ മുതൽ എനിക്ക് ഓരോരുത്തരെയും കുറിച്ച് പറയാനുണ്ട്. ഞാൻ പാട്ട് പാടാൻ പഠിച്ചത് ഈ സ്റ്റേജ് പഠിപ്പിച്ചിട്ടാണ്. അങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് എനിക്ക് പറയാനുണ്ട്. സമയമില്ല. So I'm thankful to all the teachers who made me into what others believe I am. പക്ഷെ 3 പേരുകൾ പറയാതിരുന്നാൽ ഞാനൊരു നന്ദി കെട്ടവനായി പോകും. സൺഡേ സ്കൂളിൻ്റെതല്ല, പള്ളിയുടെ ഏറ്റവും പുറവശത്തിരുന്ന ആളല്ല. എന്നെ സൺഡേ സ്കൂളിലേക്ക് കൊണ്ടുവന്നത് ജോയ്സ് ആണ്. നിങ്ങൾക്ക് പലരും അറിയില്ല. സാറിന്റെ ഒപ്പം ഇന്ന് ഈ ലോകത്തിലില്ലാത്ത ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഏലിയാമ്മ ടീച്ചർ. അങ്ങനെ ഈ സൺഡേ സ്കൂളിലേക്ക് വന്ന എന്നെ കൈ പിടിച്ച് ഉയർത്തിയത് സണ്ണി സാറാണ്. കൂടെ കൊണ്ടു നടന്ന് ഒരുപാട് അവസരങ്ങൾ തന്ന് അന്നും ഇന്നും സ്റ്റേസിയെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന കുഞ്ഞുഞ്ഞുട്ടി സാർ. 3 പേരുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവർ എന്നോട് പരിഭവിക്കരുത്. നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ടീച്ചേഴ്സിൽ നിന്ന് ഒരുപാട് പഠിക്കണം. നല്ല മക്കളായി ഉയർന്നു വരണം. പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നിങ്ങളെ തളർത്തരുത്. ദൈവമുണ്ട് നമ്മുടെ കൂടെ. And he can make things happen in much better ways than you ever anticipated. Can you all get up? Today the nation is celebrating the 75th Republic Day. Shall we pay homage and conclude? We will play the national anthem.